ഹായ് ഹലോ ഗൈസ്, ഇപ്പോൾ ജി ടി എഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു ഒരു ഒരു ആർട്ട് വർക്ക് ഉണ്ട്. നമ്മൾ ഒരിടത്ത് ഒരു ആർട്ട് വർക്ക് ഇരിപ്പുണ്ട്. അപ്പം ആ ആർട്ട് വർക്ക് പോയി എടുക്കുകയാണ് നമ്മുടെ ഇന്നലത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ലെക്ചറിനെ കാണാം. അപ്പോൾ ലെക്ചറാണ് നമുക്ക് എവിടെയാണ് ആർട്ട് വർക്ക് ഇരിക്കുന്നത്, ആ സാധനം എടുക്കേണ്ടത് എവിടെയാണെന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ BMW എടുത്ത് നേരെ അങ്ങോട്ട് വിടാം. നമ്മൾ BMW കളറൊക്കെ മാറ്റി ഫുള്ള് ഒരു റെഡ് കളറിലോട്ട് മാറ്റിയായിരുന്നു. അപ്പം എങ്ങനെയുണ്ട്, റെഡ് കളർ കൊള്ളാവോ ഇല്ലയോ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്തായാലും. അപ്പം നമ്മൾ നേരെ പോവുകയാണ്. അപ്പം നമുക്ക് നേരെ എന്തായാലും ലെക്ചറിനെ കാണാൻ പോകാം. ലെക്ചറിൻ്റെ അടുത്താണ് ബാക്കി കാര്യങ്ങളൊക്കെ. നമുക്ക് പാർട്ട് വർക്ക് എടുക്കാൻ പോകേണ്ട ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ലെക്ചറിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ലെക്ചറിനെ കണ്ടിട്ട് വേണം എന്തായാലും പോവാൻ. അപ്പം നമുക്ക് നേരെ ലെക്ചറിൻ്റെ അടുത്ത് പോവാം. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ലൈക്ക് എല്ലാം ചെയ്യാൻ മറക്കല്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഇനി എന്തൊക്കെയാണ് ഇതിൽ കൊണ്ടുവരേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ അതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ കൂടെ പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമ്മളോട് കളിക്കാൻ. അപ്പം നമുക്ക് നമ്മുടെ പുതിയ ടീമിനെ കാണാൻ പറ്റും. നമ്മുടെ കൂടെ മറ്റേ ഷിൻജാനൊക്കെ വരുന്നുണ്ട്. അടുത്ത പാട്ട് മുതൽ നമ്മൾ ഷിൻജാനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഷിൻജാനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് എന്തായാലും വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു ഡീലൂടെ കഴിഞ്ഞ് ഫുൾ സെറ്റ് ആയിരിക്കും. നമ്മൾ എന്തായാലും അടുത്തൊരു അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഡീൽ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു പുതിയ കാറും എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും നേരെ ഈ ഡീലിലോട്ട് പോവാം. അപ്പം നമുക്ക് എന്തായാലും നേരെ ലെസ്റ്ററിനെ കാണാം. അപ്പോൾ ലെസ്റ്ററിനെ കണ്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, ഇപ്പം നമ്മുടെ ലെസ്റ്റർ ഇപ്പം നമ്മുടെ പഴയ ലെസ്റ്ററിൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്താണ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ അടുത്തിട്ട് ചെല്ലാൻ നോക്കുന്നുണ്ട്. എന്തായാലും ലെസ്റ്ററിനെ തപ്പം ഇനി എന്തായാലും ഇതാണ് നമ്മുടെ ബിൽഡിങ്. ഈ പഴയ ലെസ്റ്ററിൻ്റെ ബിൽഡിങ് എന്തായാലും ഇവിടെ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും വണ്ടിയൊക്കെ നിർത്തിയിട്ട് നേരെ ലെസ്റ്ററിനെ നോക്കാം. ലെസ്റ്റർ ഇവിടോട്ട് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും. ഹലോ ഫ്രാങ്ക്ലിൻ, അപ്പം നിങ്ങളെ കാത്ത് ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു ഇത്ര നേരം. അപ്പം നമ്മുടെ ഡീൽ എന്താണെന്ന് അറിയാമല്ലോ. അപ്പം ഡീൽ എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു അത്യാവശ്യം ഒരു വലിയ ഡീലാണ്. അപ്പം നമുക്ക് ഈ പെയിന്റിങ്സ് എല്ലാം കൊണ്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫണ്ട് കിട്ടും. അപ്പം ആ ഫണ്ടിന് എന്തായാലും ഇപ്രാവശ്യം ഫ്രാങ്ക്ലിന് അത്യാവശ്യം ഒരു നല്ലൊരു ഫണ്ടും കാണും, ഒരു ഗ്രാൻഡ് ചിറോക്കി കാറും ഉണ്ട്. അപ്പം നിങ്ങൾ ഈ സാധനം നേരെ പോയി എടുക്കുക, അത് നേരെ അവർക്ക് കൈമാറിയിട്ട് നമുക്ക് എന്തായാലും കാണാം. അപ്പൊ നിങ്ങൾ നേരെ വിട്ടോ, അപ്പം നമുക്ക് കാണാം. ഓക്കെ ഓക്കെ ലെസ്റ്റർ, ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഡീല് കഴിഞ്ഞിട്ട് എന്തായാലും കാണാം. അപ്പം ഈ ഡീല് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇവർക്ക് ഫുൾ കൈ മാറിയിട്ട് എന്തായാലും ഞാൻ നിങ്ങളെ വന്ന് കാണുന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും ബാക്കി കാറും കാര്യങ്ങളൊക്കെ മേടിക്കണമല്ലോ. അപ്പം എന്തായാലും നിങ്ങളെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഓക്കെ ലെസ്റ്റർ, ഓക്കെ ഓക്കെ. അല്ല ഗൈസ്, അപ്പം നമുക്ക് ലെസ്റ്റർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. നമ്മളിപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇപ്പം നമുക്ക് നേരെ അകത്തോട്ട് കയറിയിട്ട് എങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മളെന്തായാലും ഇങ്ങനൊരു സംഭവത്തിന് ഇതുവരെ വരാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല അപ്പം എന്താ പരിപാടി കാര്യങ്ങളെന്നൊക്കെ. അപ്പം നേരെ നമുക്ക് എന്തായാലും ഇതിനകത്തോട്ട് കയറിയിട്ട് ബാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല. എന്തായാലും നമുക്ക് ഗണ്ണൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഈ ഫ്രണ്ടിൽ ഒരുത്തൻ നിൽക്കുന്നുണ്ട്. ഇവനെ എന്തായാലും നമുക്കങ്ങ് തട്ടാം. എന്തായാലും നമുക്ക് ഇത് ഇതിലേക്കൂടെ കയറേണ്ടത് നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, ഇതിലേക്കൂടെ അല്ല എന്തായാലും കയറേണ്ടത്. അപ്പം നമുക്ക് നേരെ ഇവൻ നിൽക്കുന്നതിൻ്റെ ആ ഡോറിൽ കൂടെ ആയിരിക്കും കയറേണ്ടത്. അപ്പം നമുക്ക് എന്തായാലും ഇവനെ അങ്ങ് തട്ടാൻ നൈസായിട്ട്. പിന്നെ എങ്ങനെ ബിഹേവ് ചെയ്യാൻ അറിയത്തില്ല. ഓ മാൻ, ഓക്കെ ഓക്കെ ഓക്കെ. ഓ അവനെ അടിക്കാം. ഓക്കെ, അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നമുക്ക് എന്തായാലും ഇതിൻ്റെ സൈഡിൽ കൂടി ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും നമുക്ക് നോക്കാം. എന്തായാലും സൈഡിലൊക്കെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ എന്തായാലും ഇവിടെ ഒന്നും ആരും ഇല്ല. ഓക്കെ, അവൻ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കുഴപ്പമില്ല. ഇവിടെ ഒന്നും ആരും ഇല്ല. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറാം. നമുക്ക് എന്തായാലും മറ്റേ വാതിലായിരിക്കും. നമുക്ക് എന്തായാലും ആ വാതിൽ കൂടെ ഒന്ന് കയറി നോക്കാം. ഇതല്ല നമ്മൾ നേരത്തെ കയറിയതായിരുന്നു. ഇതിലേക്കൂടെ നമുക്ക് കയറണ്ട. ഓക്കെ ഓക്കെ, ഇതിലേക്കൂടെ നമുക്ക് കയറാം. ഓക്കെ ഓക്കെ, നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് പിക്ചർ നോക്കാം, ഏത് പിക്ചറാണ്. ഓക്കെ, നമ്മുടെ ലെഫ്റ്റിലുള്ള പിക്ചറാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, ഈ പിക്ചർ നമുക്ക് കട്ട് ചെയ്യാം എന്തായാലും. ഓക്കെ, നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, നമുക്ക് പിക്ചറെല്ലാം കട്ട് ചെയ്തെടുക്കാം. എന്തായാലും ഒരു 4 പിക്ചർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഫസ്റ്റ് പിക്ചർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്തായാലും. ഓക്കെ, നമുക്ക് ബാഗിലോട്ട് വെക്കാം എന്തായാലും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പിക്ചർ നോക്കാം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പിക്ചർ നമ്മുടെ ലെഫ്റ്റിലുള്ള പിക്ചറാണ്. ഓക്കെ, അടുത്ത നമുക്ക് ഈ പിക്ചർ കട്ട് ചെയ്യാം.
ഓക്കെ, അപ്പം നമ്മൾ ഈ രണ്ടാമത്തെ പിക്ചർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള 2 പിക്ചറും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്ത പിക്ചർ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് കാണിക്കുന്ന. ഓക്കെ, ഇവിടെ അല്ല. ഓക്കെ ഓക്കെ, ഇതിനുള്ളിലാണ്, ഈ സൈഡിലുള്ള പിക്ചേഴ്സാണ് നമുക്ക് അടുത്ത് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഈ പിക്ചർ കൂടെ കട്ട് ചെയ്തെടുക്കാം. നൈസ് പിക്ചറാണ് ഇത് കൊള്ളാം. ഓക്കെ, നമുക്ക് ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് എന്തായാലും പരിപാടി കഴിഞ്ഞ് നമുക്ക് വിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ആ പിക്ചറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഒരു പിക്ചറോടെ കട്ട് ചെയ്യാനുണ്ടല്ലോ, അവസാനത്തെ പിക്ചർ. നമുക്ക് ഈ ഒരു പിക്ചറോടെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എല്ലാ പിക്ചേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ 2 പേര് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് ആ 2 പേരെ തീർക്കണം എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പം നമുക്ക് അവന്മാർ 2 പേരെ നേരെ അങ്ങ് തീർക്കാം. നമുക്ക് എന്തായാലും ഇതിനകത്ത് അവന്മാർ 2 പേരെ അങ്ങ് തീർക്കണം എന്നാണ് നമുക്ക് ഇത് പറഞ്ഞത്. എന്തായാലും നമുക്ക് അങ്ങ് എടുക്കാം. ഓക്കെ, നമ്മൾ അവനെ എടുത്തിട്ടുണ്ട് എന്തായാലും. ഓക്കെ, നമുക്ക് ഇവനെയും കൂടെ അങ്ങ് എടുക്കാം. നമുക്ക് ഇവിടുന്ന് എങ്ങനെയാലും എസ്കേപ്പ് ആവാം. ഓക്കെ, നമ്മൾ വന്ന വഴി എവിടെ ഒന്ന് മറന്നു പോയല്ലോ. ഓ ഗൈസ്, നമ്മൾ കയറിയത് ഫ്രണ്ടിൽ കൂടെ. അപ്പം നമുക്ക് ഇത് വേണ്ട, നേരെ നമുക്ക് ഇറങ്ങാം. എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ തെറിക്കാം. ഇതിലേക്കൂടെ ആയിരുന്നു കയറിയത്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ അതിലേക്കൂടെ കയറി, ആ വാതിലേക്കൂടെ കയറിയത്. ഓക്കെ 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 ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ അവർ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷനിലൊക്കെ നമുക്ക് എന്തായാലും ഈ ആർട്ട് വർക്ക് എന്തായാലും കൊണ്ടു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പുറകിൽ ഇനി കുറേ ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സേഫായിട്ട് പോകണം. നമ്മളെ കുറേ പേര് അടിച്ചിടാനും കാര്യങ്ങളൊക്കെ വരും. എന്തായാലും നമുക്ക് എന്തായാലും പെട്ടെന്ന് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. എന്തായാലും ഒരു സീൻ വരും ഇതിൻ്റെ പുറയിൽ. എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ്, അപ്പം നമ്മൾ വേണ്ട ഇവിടെ കുറേ വണ്ടി നമ്മൾ വേണ്ട അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് ഇവരെ എല്ലാം കൊണ്ട് അടിക്കാം. ഓക്കെ, അവർ 2 പേരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ബാക്കിൽ നിന്ന് അടിക്കാൻ തുടങ്ങി. ബാക്കിൽ നിന്ന്. ഓക്കെ, ബാക്കിൽ നിന്ന് 2 വണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അവന്മാരെ എടുത്തിട്ടുണ്ട്. എന്തായാലും അവന്മാരെ എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇതെല്ലാം അവന്മാർ കഴിഞ്ഞ്. ഓക്കെ, ഇതുകൊണ്ട് ഒരുത്തനോടുണ്ട്. അവനെ അടിച്ചിട്ട് ഇനി ബാക്കിൽ നിന്ന് വേറെ വണ്ടി വരുന്നുണ്ട്. എന്തായാലും ഒരു വണ്ടിയും ഉണ്ട് ബാക്കിൽ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഫുൾ സീനാണ്. അപ്പം നമുക്ക് എങ്ങനെയാലും ഇത് എസ്കേപ്പ് ആയിക്കൊണ്ട് കൊടുക്കണം. നല്ല സീനാണ്. ഓക്കെ, നമുക്ക് യുവമാരയോട് അങ്ങ് എടുക്കാം. യുവമാരയോട് എടുത്ത് നമുക്ക് നേരെ എന്തെങ്കിലും സ്ഥലത്ത് പോവാം. ഓക്കെ ഓക്കെ, അവന്മാരെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിനി നേരെ എന്തായാലും അങ്ങോട്ട് വിടാം. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ യുവമാരെ എസ്കേപ്പ് ആയിട്ട് നേരെ അങ്ങോട്ട് വിടാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നേരെ സ്ഥലത്തെത്താറായിട്ടുണ്ട്. അപ്പം നമുക്കിനി നേരെ ബാക്ക് ഫുൾ ആളാണ്. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി ടയറെല്ലാം പൊട്ടി. അപ്പം ഫുൾ സീനാണ്. അപ്പം നമ്മൾ ഏകദേശം സ്ഥലത്തെത്താറായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏതാണ്ട് ഇവിടെ ആണ് സംഭവം. ഓക്കെ, കൊടുക്കണ്ട. നമുക്ക് എന്തായാലും നമ്മൾ എന്തായാലും ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, നമുക്ക് എന്തായാലും ഇവർക്കാണ് നമുക്ക് എന്തായാലും കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ആർട്ടിസ്റ്റ് എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഫണ്ടും കിട്ടി, ഫണ്ടും കാര്യങ്ങളെല്ലാം കിട്ടി. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എന്തായാലും ഇനി നമുക്ക് നേരെ ഇനി ലെസ്റ്ററിൻ്റെ അടുത്തോട്ട് പോകാം. എന്തായാലും നമുക്ക് വണ്ടി എല്ലാം ഒന്ന് റിപ്പയർ ചെയ്യണം. നേരെ എന്തായാലും ലെസ്റ്ററിൻ്റെ അടുത്തോട്ട് പോകാം. ഓക്കെ ഫ്രാങ്ക്ലിൻ, അപ്പം നിങ്ങളുടെ ഡീൽ എന്തായാലും ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വണ്ടി എന്തായാലും നമ്മുടെ ഗാർഡ് ഡീലർഷിപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. ഓക്കെ ഫ്രാങ്ക്ലിൻ, അപ്പം നമുക്കിനി ഒരു വേറെ നല്ല ഡീലൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും കാണാം. ഇനി എന്തായാലും എൻ്റെ കയ്യിൽ ഇപ്പം ഡീൽസോ കാര്യങ്ങളോ ഒന്നും ഇനി നിലവിലില്ല. അപ്പം എന്തായാലും നമുക്ക് എന്തായാലും കാണാം ഫ്രാങ്ക്ലിൻ. അപ്പം ഓക്കെ, നിങ്ങളുടെ കാറും ബാക്കി ക്യാഷും കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നേരെ കാറും എടുത്ത് ഇനി എന്തായാലും വിട്ടോ. അപ്പം നമുക്ക് എന്തായാലും കാണാം. ഓക്കെ ലെസ്റ്റർ, എന്തായാലും നമുക്ക് കാണാം. എന്തായാലും അപ്പം എൻ്റെ കാറും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞാൻ നേരെ എന്തായാലും വിടുകയാണ്.
ഓക്കെ. അപ്പം ലെസ്റ്റർ എന്തായാലും പുതിയ ഡീലോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എന്നെ വിളിക്കണം എന്തായാലും. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നേരെ നമ്മുടെ BMW എന്തായാലും നമ്മൾ ഗ്യാരേജിൽ കൊണ്ടിട്ടിട്ട് നമ്മൾ വേറെ കാർ എടുത്തുകൊണ്ട് നമുക്ക് നേരെ ഡീലർഷിപ്പിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡീലർഷിപ്പിൽ നമ്മുടെ വണ്ടിയും കൂടെ എന്തായാലും നമുക്ക് എടുക്കണം. ഓക്കെ, നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടാകും. നമ്മുടെ വണ്ടി ഇപ്പോൾ കിട്ടും. നമുക്ക് എന്തായാലും ഡീലർഷിപ്പിൽ ആളിനെ നമുക്ക് എന്തായാലും ഒന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് കാണാം. അടിപൊളി വണ്ടിയാണ്. അപ്പം നമുക്ക് ഈ വണ്ടി വെച്ച് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണിത്. ഇതാണ് നമ്മുടെ ജീപ്പിൻ്റെ ചിറോക്കിയാണ്. ഇതിൻ്റെ ഹാക്ക് എന്ന് പറഞ്ഞ മോഡ് ചെയ്തൊരു വണ്ടി ഈ സംഭവം. ഡിമോൺ ഹാക്ക് എന്നാണ് ഈ വണ്ടിയുടെ ഒരു ഇത്. ആ ഒരു ടൈപ്പ് മോഡ് ചെയ്ത വണ്ടിയാണിത്. അപ്പം ഒരു കിടിലൻ വണ്ടിയാണ്. അപ്പം ഇനി നമുക്ക് BMW ഉണ്ട്, പിന്നെ നമ്മുടെ ഈ ചിറോക്കി ഉണ്ട്, ജീപ്പിൻ്റെ. അപ്പം വണ്ടി നൈസ് വണ്ടിയാണ്, സൗണ്ട് കാര്യങ്ങളൊക്കെ പൊളിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എന്തായാലും നമുക്ക് എന്തായാലും അടുത്ത നമ്മുടെ വീഡിയോയിൽ എന്തായാലും ഷിൻചാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. അപ്പം ഇന്ന് നമുക്കൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എന്തായാലും ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് എന്തായാലും നമുക്ക് കാണാം. ഓക്കെ, ബൈ ഗൈസ്.